أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو نزلنا عليك كتابا في قرطاس ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم لقال الذين كفروا إن هذا إلا سحر مبين. لقال الذين كفروا إن هذا إلا سحر مبين. وقالوا لولا أنزل عليه ملك ولو أنزلنا ملكا لقضي الأمر ثم لا ينظرون. ولو جعلناه ملكا لجعلناه رجلا وللبسنا عليهم ما يلبسون. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വിശ്വാസപരമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ് സൂറത്തുൽ അൻആം, ഖുർആനിലെ 8ാമത്തെ അധ്യായം. അപ്പോ മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികളായ ആളുകളെയാണ് ഇതിൽ അഭിസംബോധന ചെയ്യുന്നത്. വിശുദ്ധ ഖുർആന്റെ പ്രയോഗങ്ങളിലും അതിൻ്റെ ആശയങ്ങളിലും എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ വചനങ്ങളിലും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വെളിച്ചം അല്ലാഹു അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതായത്ത് വായിക്കുമ്പോഴും അതെല്ലാം നമുക്ക് പ്രയോജനകരമായ ഒരു കാര്യമാണ്. സാധാരണ നമ്മൾ സുബ്ഹ് നമസ്കരിച്ച് കഴിഞ്ഞാൽ സലാം വീടിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരുന്ന ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ ത്വയ്യിബൻ വഅമലൻ മുതഖബ്ബല എന്ന് പ്രാർത്ഥിക്കാറുണ്ട്.
സലാം വീട്ടിയ ഉടനെ അതാ പറഞ്ഞിരുന്നത് സുബഹിക്ക് മാത്രം, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ മാത്രമാണ്. അപ്പൊ അതില് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ വിജ്ഞാനത്തിൽ എന്നോട് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഉപകാരപ്രദമായ വിജ്ഞാനം? ഉപകാരപ്രദമാവാത്ത എന്ത് വിജ്ഞാനമാണ്? എല്ലാ വിജ്ഞാനത്തിനും പ്രയോജനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയാനുള്ളൊരു കാരണം? ഉപകാരപ്പെടുന്ന വിജ്ഞാനം എന്ന് പറഞ്ഞത് എന്താണ്? അപ്പൊ അതിന് ഹദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ കൊടുത്തു കാണുന്നത് നമ്മുടെ മുബാശറത്തായിട്ട് നേർക്ക് നേരെ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന, ഹൃദയത്തെ സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിന് വെളിച്ചം നൽകുന്ന വിജ്ഞാനങ്ങളെയാണ് ഉപകാരപ്രദമായ വിജ്ഞാനം എന്ന് പറയുന്നത് എന്നാണ് അവിടെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. ഒരാളിപ്പോ എന്തിപ്പോ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചാലും ഒരു മെഡിസിൻ പഠിച്ചാലും ഒക്കെ ഉപകാരം തന്നെയല്ലേ. അതുകൊണ്ട് ഉപകാരം എന്ന് പറയുന്നത് മനുഷ്യന് എന്തെങ്കിലും ഭൗതികമായ പ്രയോജനങ്ങൾ കിട്ടുമെന്ന് കേട്ടാൽ, അറിവുകൾ കേൾക്കുമ്പോൾ അത് ബുദ്ധിയോട് സംസാരിക്കുന്ന അറിവുകളുണ്ട്, മനസ്സിനോട് സംസാരിക്കുന്ന അറിവുകളുണ്ട്. നമ്മുടെ മനസ്സിന് വെളിച്ചവും മാർഗദർശനവും സമാധാനവും സന്തോഷവും ലക്ഷ്യബോധവും ഒക്കെ നൽകുന്ന ഉപകാരപ്രദമായ ഉത്ബോധനങ്ങളെയാണ് ഇൽമൻ നാഫിഅൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് എന്നാണ് ഹദീസിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ വിജ്ഞാനങ്ങളെല്ലാം ഇൽമുൻ നാഫിഅൻ. കാരണം അത് നമ്മുടെ ഹൃദയങ്ങളോടാണ് നേർക്ക് നേരെ എന്ത് ചെയ്യുന്നറിയോ സംവദിക്കുക. നമ്മുടെ വികാരങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ ഒക്കെ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഖുർആൻ ഓതുന്നവർക്ക് അറിയും. ഖുർആൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭക്തി ഉണ്ടാകും, തൗബയുണ്ടാകും. അതേപോലെ തന്നെ പല പല വികാരങ്ങളെയും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഖുർആന്റെ വചനങ്ങൾക്ക് പറ്റുന്നുള്ളതാണ് ഖുർആൻ ക്ലാസ് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇന്നിപ്പോ നമ്മൾ ഈ പഠിക്കുന്ന 3 ആയത്തുകൾ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരാകരിക്കാൻ, ധിക്കരിക്കാൻ, പ്രവാചകന്റെ പ്രവാചകത്വത്തെ നിഷേധിക്കാൻ സത്യനിഷേധികൾ പറഞ്ഞ ഒരു ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നമ്മളോടൊന്ന് പറയാൻ എന്തുകൊണ്ട് അള്ളാഹുവിന് ഒരു മലക്കിനെ നിയോഗിച്ചുകൂടാ? ഒരു മലക്കിനെ പറഞ്ഞേക്കാം. എന്താ മലക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ പറയാം, ഞാൻ അള്ളാഹു പറഞ്ഞയച്ച മലക്കാണ്, ഇത് അള്ളാഹു പറഞ്ഞയച്ച ദൂതൻ മുഹമ്മദ് നബിയാണെന്ന് അള്ളാഹുവിന് പറയിക്കാനൊരു ബുദ്ധിമുട്ടില്ലല്ലോ. എന്താ അങ്ങനെ ചെയ്യാത്തത്? എന്നാൽ നമുക്കൊക്കെ വിശ്വാസികളാകാലോ, നമുക്കൊരിക്കലും മുഹമ്മദ് നബിന്റെ പ്രവാചകത്തിൽ സംശയിക്കേണ്ടതില്ലല്ലോ എന്ന് അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്താൽ അവരത് സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി ഒരു ന്യായമായി പറഞ്ഞു. അതിനുള്ളൊരു മറുപടിയാണ് അള്ളാഹു ഈ 3 വചനങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതില് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്നുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരാള് ഒരു കാര്യം സ്വീകരിക്കാതിരിക്കാൻ ഏറ്റവും പ്രധാനമായി 2 കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ആളുകൾ സ്വീകരിക്കാതിരിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾക്കൂടെ പറഞ്ഞ ആ കാര്യത്തിന് എന്തോ ഒരു അപൂർണതയും നമുക്കത് അത്ര ഒരു ശരിയായിട്ട് തോന്നുന്നില്ല, എന്തോ അത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എന്തോ എല്ലാവർക്കും ഒരു ന്യായമായി തോന്നാത്ത എന്തോ ചില ന്യൂനതകൾ, എന്തോ ചില കുറവുകൾ ആശയത്തിലുണ്ട്. അങ്ങനെ ന്യൂനതകളുള്ള എത്രയോ ആശയങ്ങൾ ആളുകൾ സ്വീകരിക്കാതെ പോയിട്ടുണ്ട്. നമ്മളോട് തന്നെ പല ആൾക്കാരും പലതും പറയുമ്പോൾ ഒക്കെ നമ്മൾ സ്വീകരിക്കില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യാം, അത് ശരിയാണോ ഇല്ലെന്ന് നമുക്കത് അത്ര ശരിയായി തോന്നില്ല, അപ്പൊ നമ്മളത് സ്വീകരിച്ചില്ല. പല ചികിത്സകളെ കുറിച്ച്, പല മരുന്നുകളെ കുറിച്ച്, പല കാഴ്ചപ്പാടുകളെ കുറിച്ച്, പല ആശയങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർ പറയും. പക്ഷെ നമ്മളെന്ത് ചെയ്യില്ല, അത് സ്വീകരിക്കില്ല. അത് എന്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കാത്ത വെച്ചാൽ നമുക്കത് എന്തോ ആശയത്തിനൊരു വൈകല്യമുണ്ട്, ഒരു ന്യൂനതയുണ്ട്, അതുകൊണ്ട് സ്വീകരിക്കാതിരിക്കാം. അപ്പോ വിശുദ്ധ ഖുർആനെയും പ്രവാചകനെയും മക്കയിലെ മുശ്രിക്കുകൾ നിരാകരിച്ചത് അതിലെന്തെങ്കിലും അപൂർണത ഉള്ളത് കൊണ്ടാ? അല്ലല്ലോ. ഇസ്ലാം സമ്പൂർണമാണല്ലോ. ഏത് യുക്തിക്കും ബോധ്യപ്പെടാവുന്ന അത്രയും പ്രമാണബദ്ധമായ യുക്തിഭദ്രമായിട്ടുള്ളൊരു ആശയം. അപ്പൊ അതുകൊണ്ടല്ല സ്വീകരിക്കാത്തത്. പിന്നെ എന്താണ് സ്വീകരിക്കാതിരിക്കാൻ? പിന്നെ ഒരു കാര്യം, ഒന്നത് അറിഞ്ഞില്ല. ഒരാശയം ഒരാൾ അറിയാതിരുന്നാലും സ്വീകരിക്കാതിരിക്കാം. പക്ഷേ
അവിടെ അതുമില്ല. കാരണം നബി സല്ലല്ലാഹു വന്നതോടുകൂടെ നാട്ടിൽ എന്താണ് അത് വളരെ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവിടെ ഒരു കുട്ടി പോലും പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ചോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളെ കുറിച്ചോ അറിയാത്തവരായി ഒരാൾ പോലും ഇല്ല. അപ്പൊ അറിയാത്തത് കൊണ്ടുമല്ല, രണ്ടാമത് അറിഞ്ഞതിന്റെ ന്യൂനത കൊണ്ടുമല്ല. പിന്നെ എന്നാൽ ഒരു സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം വലാലി ജഹിലിൻ മിൻഹും ബിദാലിക വഇന്നമാ ദാലിക ളുൽമുൻ വബഗയും, അവരുടെ അക്രമം അതേപോലെ തന്നെ അതിരുവിട്ട പ്രവൃത്തി, ഇത് മാത്രമാണ്. എന്താണ് വെറുതെ കാര്യങ്ങളൊക്കെ ബോധ്യമാണ്, ഇവിടെ സ്വീകരിക്കൂല. അത് ഒരു അഹങ്കാരം കൊണ്ടാവാം, ധിക്കാരം കൊണ്ടാവാം, ഒരു വാശി കൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം. അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ടാണ് എന്ത് ചെയ്യുക ആളുകൾ അത് സ്വീകരിക്കാതിരിക്കുക എന്നതാണ്. പിന്നെ ഈ ദീർഘദൂരം ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ KSRTC ഒരു ഡ്രൈവർ, അപ്പൊ അയാൾ ഇങ്ങനെ എന്താ വെച്ചാൽ ഒരു ദിവസം തന്നെ എന്ത് ചെയ്യും ധാരാളം 500 കിലോമീറ്ററിലേറെ എന്ത് ചെയ്യും വാഹനം ഓടിക്കണം, ഈ നേരത്തിലൂടെ പോകണം. അപ്പൊ അയാൾ പറയുന്ന ഒരു കാര്യം എന്താന്ന് വിചാരിച്ചാല് ആളുകളുടെ സ്വഭാവ വൈവിധ്യങ്ങൾ കാണണമെങ്കിൽ എന്ത് വിചാരിച്ചാല് ഈ വണ്ടിയുടെ റോട്ട് മറിഞ്ഞ് കാണാൻ പറ്റില്ല. നമ്മളൊന്ന് ഓണൊന്ന് കുറച്ചൊന്ന് ഉഷാറില്ല, കയ്യൊന്ന് തട്ടുമ്പോ ഒന്ന് ശബ്ദം കുറച്ച് ഉച്ചത്തിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ നിങ്ങള്, അപ്പൊ മുന്നത്തോ മാറുകയല്ലേ ചെയ്യാ. എവിടുത്തെ ഇവനെ മുന്നോട്ട് പോകാൻ അയക്കാതിരിക്കാൻ ശ്രമിക്കും. നമ്മള് ഓരോ ദേഷ്യം കുടിപ്പിക്കാനോ ഒന്നിനു വേണ്ടി അടിച്ചത്, പക്ഷെ കൈ തട്ടിയപ്പോ ഒന്ന് എന്ത് ചെയ്തു, ഒന്ന് ൂക്കിലായി പോയി. അപ്പൊ എന്ത് ചെയ്തു, ആ ഇന്നെ ആരാണെങ്കിൽ എനിക്ക് ഹോണടിക്കാൻ എന്ന ഒരൊറ്റ ചിന്തയിൽ നിന്ന് അയാൾ എന്ത് ചെയ്യും, അയാളെ പോക്ക് ബുദ്ധിമുട്ടായാലും വേണ്ടില്ല, അയാൾ എത്തിനോട്ട് എത്തിയാലും വേണ്ടില്ല, ഈ കേസ് ഈ ഓടടിച്ചോണ്ട് വണ്ടി മുന്നോട്ട് പോകരുത്. അപ്പൊ മനസ്സിന്റെ ഒരു കാഴ്ചപ്പാടാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ന്യായത്തിന് വേണ്ടിയായിരിക്കും സീറ്റ് ഉണ്ടായിരിക്കുക, നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുക, നമ്മളതേപോലെ അങ്ങനെ ഒന്നും ചിന്തിക്കുക, അങ്ങനെയെങ്കിലും ചിന്തിക്കണം, ഒന്നും ചിന്തിക്കും അങ്ങനെ പോകണ്ട എന്നേ ഭൂരിപക്ഷം ആൾക്കാരും ചിന്തിക്കുള്ളൂ. കുറെ ഉദാഹരണങ്ങൾ കുറെ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് വെച്ചാൽ സാധാരണ ഒരു കാര്യം സ്വീകരിക്കാതിരിക്കുന്നത് ആ കാര്യം അന്യായമായതുകൊണ്ടോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ മനസ്സിലാകാത്തത് കൊണ്ടോ അല്ല. പിന്നെന്താണ് അത് വേണ്ട ഒരു അക്രമപരമായിട്ടാണ് പലപ്പോഴും. അപ്പോൾ ഇവിടെ മുശ്രിക്കുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാതിരുന്നത് തീർത്തും എന്താണ് അനീതിപരവും അക്രമപരവുമായിട്ടാണ് സ്വീകരിക്കാതിരുന്നത്. അവർക്ക് ന്യായമാണെന്ന് ബോധ്യപ്പെടാനിട്ടല്ല, അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതിട്ടുമല്ല എന്നാണ്. അതാണ് ഇതിൽ പറയുന്നത്. കഴിഞ്ഞ വായിച്ചിട്ട് വലൗ നസ്സൽനാ അലൈക കിതാബൻ ഫീ ഖിർതാസ്, വലൗ നസ്സൽനാ അലൈക കിതാബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു സങ്കടമാണ് ആൾക്കാരത് സ്വീകരിക്കാത്ത. കാരണം 100% സത്യമാണെന്ന് ഞമ്മക്ക് ഉറപ്പുള്ള ഒരു ന്യായവും എതിരായി പറയാനില്ലാത്തൊരു കാര്യം സ്വീകരിക്കാതെ സ്വന്തം ബന്ധുക്കളും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ പുറംതിരിഞ്ഞ് നിന്ന് പ്രവാചകന്റെ യുദ്ധവും ശത്രുതയൊക്കെ നയിക്കുമ്പോൾ നബി ആലേക്ക് വലൗ നസ്സൽ നബിയോട് നമ്മൾ പറയാം വലൗ നസ്സൽനാ അലൈക കിതാബൻ, എന്താണ് ഞാൻ നിന്റെ മേൽ എന്താണ് ഒരു ഗ്രന്ഥം, കിതാബ് എന്ന ഒരു ഗ്രന്ഥം, ഒരു ഏട്, ഒരു ഗ്രന്ഥം അത് നിന്റെ മേൽ നാം ഇറക്കുകയാണെങ്കിൽ, ഈ ഖിർതാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും കടലാസിന് നമുക്ക് അർത്ഥം പറയാം. ഈ ഖിർതാസ് എന്ന് പറഞ്ഞാൽ ഒരു കടലാസിൽ, ചില പരിഭാഷകന്മാരായ ഒരു കടലാസ് ഒന്നും തോന്നുന്നതല്ല, സാധാരണഗതിയിൽ എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു ഫലകത്തിൽ. അപ്പൊ നേർക്ക് നേരെ എന്ത് ചെയ്യാച്ചാൽ ഒരു ഗ്രന്ഥം, അതിൽ ഒരു കടലാസിൽ എഴുതിയ ഒരു ഗ്രന്ഥം എന്റെ മേൽ ഇറക്കാൻ. എന്നിട്ട് അള്ളാന്റെ അടുക്കൽ നിന്ന് കൊടുത്തയച്ച, അവിടെ നിന്ന് എഴുതി കൊടുത്തയച്ച അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഒറിജിനൽ എഴുത്ത്, അതിലാണ് ഖുർആൻ ഉള്ളത് വിചാരിച്ചോളൂ. തൊട്ടു എന്നിട്ട് അവർ അതിൽ തൊട്ടു, എന്ത് കൈകളാണ്. അള്ളാഹിന്റെ ഒരു ഏടില് ഖുർആൻ ഇങ്ങനെ എഴുതി വന്നു. എന്നിട്ട് പോലെ എന്ത് ചെയ്തു, അതിന്റെ കയ്യും അങ്ങനെ തൊട്ടുക, അത് അള്ളാഹത്ത് വന്നാണില്ലേ എന്നെനിക്ക് കയ്യിൽ തൊടാൻ കിട്ടിയെന്ന് വിചാരിച്ചു. എന്നവർ വിശ്വസിക്കോ? എന്നവർ വിശ്വസിക്കോ? സത്യനിഷേധികളായ ആളുകൾ എന്താണ് അവര് പറയുക തന്നെ ചെയ്യും. അവരിപ്പോ പറഞ്ഞിട്ടില്ല. ഒരു പലരും മലക്ക് വന്നൂടെ, ഞങ്ങൾക്ക് പറഞ്ഞൂടെ, ഇത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യം വഹിച്ചൂടെ എന്നൊക്കെ ചോദിക്കാൻ അവർ നിൽക്കേണ്ട. മുഹമ്മദ് നബി അപ്പൊ നബിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവര് വിശ്വസിക്കുന്നല്ലോ, എന്നാ പിന്നെ അങ്ങനെയൊന്നും വന്നെങ്കിൽ അവർന്ന് വന്നിട്ട് ഒരു കാര്യമില്ല,
അതൊക്കെ നേർക്ക് നേരെ ഒരു കടലാസിൽ എഴുതി കൊടുത്തയച്ചിട്ട് അവർ കൈകൊണ്ട് അതുമ്പോ തൊട്ടാൽ പോലും കാലല്ലതീന കഫറു, സത്യനിഷേധികളായ ആളുകൾ പറയുക തന്നെ ചെയ്യും, ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ, ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ. ഇതെന്താണ്? വ്യക്തമായ, ഇതൊരു സ്പഷ്ടമായ ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ല, സിഹ്റല്ലാതെ, മാരണമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്നത്. ഇതിന് ഈ മാരണം എന്ന് പറയാനുള്ള കാരണം എന്താണ്? മാരണം എന്ന് പറയാനുള്ള ഒരു കാരണം എന്തോ വിശുദ്ധ ഖുർആനിന് അതിന്റെ ശൈലിക്ക്, അതിന്റെ ഭാഷക്ക് എന്തോ സാധാരണ മനുഷ്യന്മാർ പറയുന്നതിന് ഒരു വ്യത്യാസമുണ്ട്, ഒരു വിസ്മയമുണ്ട്, ഒരു അത്ഭുതമുണ്ട്. ആ അത്ഭുതം എന്താണെന്നതിന് ഉത്തരം പറയേണ്ടി വരും നിഷേധിക്കുമ്പോൾ. എന്താണ് ആ അത്ഭുതത്തിന്റെ കാരണം എന്നൊരു അതിലേറ്റവും പറ്റിയ ന്യായമാണെന്ത്? ഈ സിഹിർ കാണിക്കുന്ന ആളുകൾക്കാണ്, സിഹിർ ചെയ്യുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുക, പലപ്പോഴും പല അത്ഭുത പ്രവൃത്തികളും ചെയ്യാൻ അവർക്ക് പറ്റും. അതേപോലെ ഒരു അത്ഭുത പ്രവൃത്തി ആയിരിക്കും സിഹിർ ബാധിച്ച ആൾ എന്ത് ചെയ്യും, എന്തിനൊക്കെ വിളിച്ചു പറയും, ആ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വലിയ മഹത് വചനങ്ങളായി തീരും. അങ്ങനെയൊക്കെ വരുന്ന എന്തെങ്കിലും ആവാനാണ് സാധ്യത എന്നൊരു ന്യായമായിരിക്കും അപ്പോഴും അവർ പറയാൻ. അവരത് വിശ്വസിക്കാൻ യാതൊരു സാധ്യതയില്ല. അവർക്ക് പറയാൻ ഇത് വേറെ ആരോ എഴുതി വെച്ചതാണ്. എന്നിട്ട് ഒന്നിൽ ആകാശത്ത് ഇങ്ങനെ വരുന്നത് ഓരിങ്ങനെ കാണുകയാണ്, കണ്ടിട്ട് ഓരോ മുന്നിൽ അത് ഒരു കൈയോട് തൊടുകയാണ്. പിന്നെ അതിനെ പറ്റിയൊന്നും പറയാൻ പറ്റും. അപ്പൊ പിന്നെ ഒരു പറയാൻ എന്തായാലും എന്തെങ്കിലും മാജിക് ആവും, അല്ലെങ്കിൽ എന്തായിരിക്കും, സിഹറാവും, മാരണമാകും എന്നായിരിക്കും അവർ പറയാം. അപ്പോഴും അവർ വിശ്വസിക്കാൻ എന്താവുകയില്ല, കൂട്ടാക്കുകയില്ല എന്നാണ്. അതാണ് ന്യായം. അതായത് എന്തിനും സ്വീകരിക്കേണ്ടാത്തവന് എന്തിനും ഒരു ന്യായം. ഒരു പെൺകുട്ടി വിളിച്ചില്ല, അവള് എന്ത് ചെയ്യാണ്, നല്ല ഒരു ഉയർന്ന കോഴ്സിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ ഒരുത്തർ എന്ത് ചെയ്ത് വെറുതെ ഓനെ വളച്ച് പിടിച്ച് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എന്ത് ചെയ്ത് അവളെ എല്ലാ നിലക്കും മിസ്യൂസ് ചെയ്യും. ആ മിസ്യൂസ് ചെയ്യാണെന്ന് അവൾക്ക് മനസ്സിലായിട്ട് അവൾ സ്വയം പിൻവാങ്ങും. അപ്പൊ പിൻവാങ്ങുമ്പോ ആ പിൻവാങ്ങാൻ വേണ്ടി അവൾ എന്തൊക്കെ അവരോട് പറയണോ അതിനൊക്കെ ശരിക്കും എന്താ വെച്ചാൽ ഒരു 1000 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള മറുപടികളാണ് ശൈത്താൻ മറുപടി. ആ മറുപടികളാണ് അവള് പറയുന്നത്. ആ മറുപടി ഇങ്ങനെ കേട്ടാൽ നമ്മളെന്നെ ഞെട്ടിപ്പോ. അങ്ങനത്തെ മറുപടിയാണ് ഓരോ കാര്യത്തിനും പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് അതിനുള്ള മറുപടി. അതിന്റെ വാപ്പക്കും ഉമ്മക്കും ഇഷ്ടാവില്ല, അപ്പൊ ഇതിന്റെ മറുപടി എന്താ മറുപടി? വാപ്പയ്ക്കും ഉമ്മനും ഇഷ്ടം നോക്കിയിട്ടാണ് എല്ലാ കാര്യം നമ്മൾ ചെയ്യുന്നത്. വാപ്പക്കും ഉമ്മക്കും ഇപ്പൊ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇഷ്ടം ഉണ്ടായിക്കൂടെ, നേരെ ജീവിച്ചു പോയി. അവരുടേതായ എന്തൊക്കെയോ ന്യായങ്ങൾ പറയാൻ പറ്റും. ആ ന്യായങ്ങൾ പറഞ്ഞ് ഏതൊരു നന്മയെയും നിരാകരിക്കാൻ സുന്ദരമായ ന്യായം ആർക്ക് കിട്ടും? അത് സ്വീകരിക്കാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യും? കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത്, അവർ പറഞ്ഞത് ഇല്ല സിഹറും മുബീൻ. ഇത് വ്യക്തമായ ആഭിചാരമല്ലാതെ, സിഹറല്ലാതെ മറ്റൊന്നുമല്ല എന്നാ പറഞ്ഞത്. ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم لقال الذين كفروا إن هذا إلا سحر مبين وقالوا لولا أنزل عليه ملك وقالوا അവർ പറയുന്നു ലൗലാ ഉൻസില അലൈഹി മലക്. അടുത്ത അവരുടെ വാദം എന്താണ്? ലൗലാ ഉൻസില അലൈഹി മലക്, അദ്ദേഹത്തിന്റെ മേൽ ഒരു മലക്ക് ഇറക്കപ്പെടാത്തതെന്ത്? ഒരു മലക്കിനെ അദ്ദേഹത്തിന്റെ മേൽ ഇറക്കിക്കൂടായിരുന്നോ? ലൗല, എന്തുകൊണ്ടായില്ല? ഉൻസില അലൈഹി മലക്, അദ്ദേഹത്തിന്റെ മേൽ എന്താണ്, ഇയാളുടെ മേൽ ഒരു മലക്ക് ഇറക്കപ്പെടാത്ത എന്താണ്? ഇനി അടുത്തൊരു പറയുന്നത്, ഒരു മലക്ക് വന്നിട്ട് അതിനെ സർട്ടിഫൈ ചെയ്യുക, വന്നിട്ട് പറയാം ഇത് മുഹമ്മദ് നബിയാണ്, അള്ളാഹു അയച്ചതാണ്, ഞങ്ങൾ അള്ളാഹ് എടുക്കുന്ന ദൂതനാണ്, മലക്കാണ് എന്ന് പറഞ്ഞൊരു മലക്ക് വന്ന് പറഞ്ഞാൽ മതിയില്ലേ? എന്നാൽ ഞങ്ങളൊക്കെ വിശ്വസിക്കൂലേതാണ്. അതിന് അള്ളാഹിന്റെ മറുപടി നാം ഒരു മലക്കിനെ ഇറക്കിയിരുന്നുവെങ്കിൽ, നാം ഒരു മലക്കിനെ ഇറക്കുകയാണെങ്കിൽ ലഖുദിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെടും. കാര്യം തീരുമാനിക്കപ്പെടും. ലഖുദിയൽ അംർ, കാര്യം തീരുമാനിക്കപ്പെടും എന്നുള്ളതിന് 4 വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും ലളിതമായ വ്യാഖ്യാനം എന്താണെന്ന് വിചാരിച്ചാൽ, പഴയ കാലത്തൊക്കെ സമുദായങ്ങളിൽ എങ്ങനെയാ വെച്ചാൽ ഇതേപോലെ ചോദിക്കും. ഏതുപോലെ പറയാൻ,
ഈസാ നബിയോട് വന്നിട്ട് ആൾക്കാർ ചോദിച്ചില്ല, ഈ മാഇദ എന്നുള്ള സൂറത്തില്ലേ, മാഇദ എന്താ? ഭക്ഷണം വിളമ്പി വെച്ച ഭക്ഷണ തളികയാണ്, സുപ്രയാണ് മാഇദ. അപ്പൊ ഒരു വന്നിട്ട് ഈസാ നബിയോട് പറയുന്നത് എന്താണ്? ആകാശത്തുനിന്ന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഭക്ഷണം നിറച്ച് പാചകം ചെയ്തൊരു സാധനം ഇങ്ങനെ ഇറങ്ങി വന്നാൽ മതി. അപ്പൊ അത് ഇറങ്ങി വന്നാൽ ഒരു അത്ഭുതമാണല്ലോ. അപ്പൊ നിങ്ങൾ നബിയാണെന്ന് അംഗീകരിച്ച് ഞങ്ങൾ വിശ്വസിച്ചോളാം, ഞങ്ങൾക്ക് ഒന്നും കൂടി വിശ്വാസം ദൃഢീകരിക്കാനാണെന്നാണ് അവർ പറയാ. അപ്പൊ അങ്ങനെ ആവശ്യപ്പെട്ട ഒരു സാധനം അള്ളാഹ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അതോടൊത്ത് കഴിഞ്ഞു, പിന്നെ പോലെ അള്ളാഹ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ സത്യത്തിൽ ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം ചോദിക്കാതെ പറഞ്ഞാൽ തന്നെ പോലെ കഥ കഴിഞ്ഞു എന്നർത്ഥം. കാരണം അത് കൊടുത്തിട്ടും അവർ വിശ്വസിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതോടുകൂടെ ഓരോ കാര്യം തീരുമാനമാണ്. അതാണ് ഇതിലെ വ്യാഖ്യാനത്തിൽ പ്രധാനമായി പറയുന്ന ഒരു കാര്യം. അതായത് എത്രയോ ദൃഷ്ടാന്തങ്ങൾ ഇപ്പൊ നിലവിലുണ്ട്, എന്നിട്ട് എന്ത് ചെയ്യാ, ഇന്നതും കൂടി തീരുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചോളാം എന്ന് പറയാം. അത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർ വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ ഉണ്ടാകാൻ പോകുന്ന എന്താണ്? ശിക്ഷയാണ്. അതുകൊണ്ടാണ് അവർ ഒരു മലക്കിനെ പറഞ്ഞയച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ അതോടുകൂടെ കാര്യം തീരുമാനമാകും എന്ന് പറയാനുള്ള കാരണം. മറ്റൊരു വ്യാഖ്യാനം എന്താ വെച്ചാൽ, മലക്കിന്റെ രൂപത്തിൽ എങ്ങാനും ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ തന്നെ എന്താവും? ചിലപ്പോ അത് കണ്ടിട്ട് വെക്കും. അത് കണ്ടിട്ട് എന്ത് ചെയ്യും? അത് കണ്ടാൽ മലക്കിനെ ഒറിജിനൽ രൂപത്തിൽ കണ്ടാൽ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? ഒരു കാര്യം തീരുമാനമാകും. മലക്കിനെ ഒറിജിനലായി കണ്ടാൽ തന്നെ അവരുടെ കാര്യം തീരുമാനമാകും. മറ്റൊരു വ്യാഖ്യാനം എന്താ വെച്ചാൽ, പിന്നെ മലക്ക് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ മലക്കിന്റെ തീരുമാനങ്ങളും കൽപ്പനകളിലും ആജ്ഞകളിലും പിന്നെ എന്താ വെച്ചാൽ മനുഷ്യനൊരു സ്വാതന്ത്ര്യമില്ല. എന്താണോ പറഞ്ഞത് അതെന്ത് ചെയ്യണം? മലക്കുകൾ ഭൂമിയിൽ ഇറങ്ങിയ ഒരു കാര്യം പറഞ്ഞാൽ അത് അതേപോലെ നടപ്പിലാക്കിക്കോണം. ഇപ്പൊ മനുഷ്യൻ എങ്ങനെ വെച്ചാൽ ഒരു കാര്യം പറഞ്ഞാൽ അവരാണ് സ്വീകരിക്കണേ, കാഫറാണെങ്കിൽ കാഫറാണ്, മോമിനാണെങ്കിൽ മോമിനാണ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നുവെച്ചാൽ മലക്ക് വന്നിട്ട് പറഞ്ഞാൽ പിന്നെന്തില്ല, ആ ചോയ്സ് ഇല്ല, അതോടുകൂടെ പുള്ളിയല്ല. അവിടെ കാര്യം എന്തായി പോവും? തീരുമാനമായി പോകും. ആ വിശ്വാസത്തിൽ തുടർന്നാലും വിശ്വാസിയാവാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു അവസരം ഉണ്ടായിരിക്കും. എന്നാൽ മലക്ക് വന്നാൽ പിന്നെ അവർക്ക് അവധിയില്ല, സമയമില്ല, അതോടുകൂടെ കാര്യങ്ങൾ എന്തായി പോകും? തീരുമാനമായി പോകുന്നതാണ്. നമുക്ക് നിങ്ങൾ ഖുർആന്റെ ഒരു ഖുർആൻ മറുപടി പറയുന്നതിന്റെ ആ ഒരു ശൈലിയും രൂപവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോൾ നമുക്കെന്നെ അറിയാൻ പറ്റും, ഇപ്പോൾ ഈ ഇസ്ലാമിനെതിരെയുള്ള പിന്നെ വർത്തമാനം, ഇപ്പോ പിന്നെ ഈ ജെൻഡർ നോട്ടം പുതിയ സംഗതി വന്നില്ല, ആണും പെണ്ണിനും ഒരേ വസ്ത്രമല്ലോ. ആ ആണിനും പെണ്ണിനും ഒരു വസ്ത്രം ആർക്കും ഒരു പ്രശ്നമില്ല, ആണിനും പെണ്ണിനും ഒരേ വസ്ത്രമായാലും എന്താ എന്നത്. പക്ഷെ എന്താ വെച്ചാൽ ഒരു മതവിശ്വാസത്തെയും ധാർമ്മികതയെയും ഒക്കെ കൊണ്ടുനടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആരാണെങ്കിലും, ഒരു മുസ്ലിം നിലത്ത് മാത്രമല്ല, അത്തരം ഒരു ധാർമ്മികതയെ പിൻപറ്റുന്ന എല്ലാവരെ സംബന്ധിച്ചിടത്തോളം എന്തുതന്നെയാണ്, അതൊരു പ്രശ്നം തന്നെയാണ്, യാതൊരു സംശയ കാര്യത്തിലില്ല. അപ്പൊ അത്തരം ചില പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെതിരെ നല്ല ലോജിക്ക് വെച്ചിട്ടുള്ള നല്ല മറുപടികളും നല്ല വർത്തമാനങ്ങളും ഇപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. വായിക്കുമ്പോൾ തന്നെ എന്താ വെച്ചാൽ വളരെ കൺവീൻസ്ഡ് ആകുന്ന നല്ല നല്ല മറുപടികളാണ് എന്ത് ചെയ്യുന്നത്, വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനും എന്താണ് വളരെ യുക്തിഭദ്രമായ മറുപടി. അപ്പൊ മലക്കിനെ എന്തുകൊണ്ട് അയച്ചുകൂടാ എന്നതിൽ അള്ളാഹു കൊടുക്കുന്ന മറുപടി നോക്കുന്നുണ്ട്. അള്ളാഹിന്റെ മറുപടിയാണ്, അതിനേക്കാളും വലിയ യുക്തിഭദ്രമായ മറുപടി ഉണ്ടാവും. അള്ള പറയാണ് വലൗ ജഅൽനാഹു മലക്കൻ. ഇവരിപ്പോ ആവശ്യപ്പെട്ട് മലക്കനെ പറഞ്ഞേക്കാനുണ്ട്, ശരി. വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ. അങ്ങനെ അദ്ദേഹത്തെ നാം ഒരു മലക്കാക്കുകയാണെങ്കിൽ, ഒരു മലക്ക് വന്നിട്ട് ദീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ എന്താണ്, ലജഅൽനാഹു റജുലൻ, ഞാൻ അവനെ ഒരു പുരുഷനാക്കേണ്ടി വരും. കാരണം ഒരു മനുഷ്യനാവാതെ മനുഷ്യരോട് സംവദിക്കാൻ പറ്റൂല. ഒരു മനുഷ്യന് മാത്രല്ലേ മനുഷ്യനോട് സംസാരിക്കാൻ പറ്റുള്ളൂ, മനുഷ്യർക്ക് സന്ദേശം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, മലക്കിന് അള്ള പറഞ്ഞേക്കുമ്പോ മലക്കിന് എന്ത് ചെയ്യും, മനുഷ്യരൂപത്തിലല്ലേ മലക്കൾ വന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം പല സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തു, മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് മനുഷ്യരൂപത്തിലാണ് മലക്ക് വന്നത്. അപ്പൊ മനുഷ്യരൂപത്തിൽ വന്നാൽ മനുഷ്യനാണെന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പോഴും എന്താ പറയാ, ഇത് മലക്കല്ലത് മനുഷ്യനാണ്. ഒരു മലക്കിനെ മനുഷ്യരൂപത്തിൽ പറഞ്ഞയച്ചാലും നിഷേധിക്കുന്നവർക്ക് എന്ത് പറയാം,
ഇത് മനുഷ്യൻ തന്നെയാണ് മലക്കാന്ന് വർത്താനം പറയാന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇവരെ ബോധ്യപ്പെടുത്തുക? അതുപോലെ ബോധ്യപ്പെടുത്തവരുടെ കാര്യമല്ല. മനുഷ്യരിലേക്ക് പറഞ്ഞയക്കുമ്പോ മനുഷ്യനായി വരേണ്ടി വരും. മനുഷ്യനായി വന്ന അവരെന്ത് പറയും? ഇത് മലക്കല്ല, ഇത് മനുഷ്യനാണെന്ന് പറയും. അപ്പൊ അവരെ ബോധ്യപ്പെടുത്താൻ ഒരു വഴിയില്ല. വലവു ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യും? അപ്പോഴും അവർ സംശയത്തിലാകും, ആശയക്കുഴപ്പത്തിലാകും. മായൽപിസൂൻ. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ആണെങ്കിൽ അവർ സംശയത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് ഇപ്പൊ അവർക്കുള്ള സംശയം എന്താണോ അത് ഒന്നും കൂടി സംശയം കൂടെ ചെയ്യുള്ളൂ. ഇപ്പോഴുള്ള സംശയം ഒന്നും കൂടെ ആശയക്കുഴപ്പങ്ങൾ കൂടുകയല്ലാതെ അതൊരിക്കലും പരിഹരിക്കപ്പെടാവുന്ന കാര്യമല്ല. വലലബസ്ന അലൈഹിം മാ യൽബിസൂൻ. അങ്ങനെ അവർ സംശയിച്ചുകൊണ്ടിരിക്കുന്ന എൽബിസൂന, അവർ സംശയിച്ചുകൊണ്ടിരിക്കുന്ന അവർ സംശയത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം പിന്നെയും എന്താണ്? വലലബസ്ന അലൈഹിം, നാം അവരുടെ മേൽ സംശയത്തിലാക്കുകയും ചെയ്യുന്ന. അപ്പൊ വീണ്ടും ആ സംശയം ശക്തിപ്പെടുക മാത്രമേ ചെയ്യൂ, അതവർക്ക് പരിഹരിക്കപ്പെട്ടു പോകുന്നില്ല. അപ്പൊ എന്തോന്ന് വിചാരിച്ചാൽ നമ്മളോട് എന്താണോ പറഞ്ഞത് അത് വിശ്വസിക്കാം. ശരിക്ക് പിന്നെ ഇപ്പോ പുതിയതായിട്ട് ഒരു കിതാബിനെ പരിചയപ്പെട്ടു. മദീനത്തിലുള്ളൊരു ഷേഖ് എഴുതിയതാണ്. കഴിഞ്ഞ് നമ്മുടെ ഈ ദായിമാർക്കുള്ള ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ടു. അതായത് പിന്നെ ശരിക്കുള്ള ഈ പിന്നെ ഖവാഇദു അഖീദിയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്ന ശരിയായ അഖീദ, അതിങ്ങനെ ഓരോ കവായിദകളായിട്ട് ധാരാളക്കണക്കിന് 10, 70, 100 താഴെ വരുന്ന കവായിദകൾ. അപ്പൊ അതിങ്ങനെ വായിക്കുമ്പോൾ അതിനെന്താ വെച്ചാല് നമ്മളെന്താ വെച്ചാൽ പിന്നെ എന്താണോ നമ്മളോട് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞത്, ആ വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം ആധികാരികമായ സോഴ്സിലുണ്ടോ എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റൂ. കാരണം ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് അങ്ങനെ വിശ്വസിക്കണം. അപ്പൊ മാത്രമേ വിശ്വാസമാവും. അത് അങ്ങനെ വിശ്വസിക്കണം. മനസ്സിലായി? അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസം പയ്യൻ അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ കേട്ടൊരു ഒരു ചെറിയൊരു വിശ്വാസത്തെ എന്തൊക്കെ താറാറൊക്കെ വന്നിട്ട് അവൻ വന്നു. അപ്പൊ എന്നോട് ചോദിച്ചൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനോട് പറഞ്ഞു, ആദ്യം എന്താന്ന് വിചാരിച്ചാല് ഇത് ഖുർആൻ അള്ളാഹിൻ്റെതാണ്, നബിസ്വല്ലല്ലാഹു അലൈഹി വചനങ്ങൾ സത്യമാണ്, ഇസ്ലാം സത്യമാണ്, ആത്യന്തികമായി സത്യമാണെന്ന് 100% ഉറപ്പോടുകൂടി ആദ്യം വിശ്വസിക്കാം. അപ്പൊ നമ്മുടെ ബുദ്ധിയിൽ സംശയം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അതിന്റെ മറുപടി എന്താണ്? അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? അന്നതില്ല തന്നെ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെറിയ സംശയം തോന്നുകയാണെങ്കിൽ അത് എനിക്ക് മനസ്സിലാവാനുണ്ട്, അതിന് ശരിക്കൊരു മറുപടി ഉണ്ട്, അതിന് ശരിക്കൊരു വ്യാഖ്യാനം ഉണ്ട്, അതിന് ശരിക്കൊരു വിശദീകരണം ഉണ്ട്. അത് എനിക്ക് മനസ്സിലാവാനിട്ടാണ് എന്നും വിചാരിക്കാൻ. പിന്നെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കും. അത് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ വിശ്വാസം വീണ്ടും വർദ്ധിക്കും. സംശയമായ കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല ക്ലാരിറ്റി കിട്ടുമ്പോൾ വീണ്ടും. നേരെ മറിച്ച് എന്താ വെച്ചാൽ ഇത് വിശ്വാസം ഉറക്കാത്തോ എന്തെങ്കിലും തോന്നുന്ന സംശയം, പിന്നെ കുറച്ചു നേരത്തിന് വിശ്വാസമല്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ക്ലിയർ ആയി വന്ന് പിന്നെ വീണ്ടും വരുമ്പോൾ വീണ്ടും വിശ്വാസം. അങ്ങനെയല്ല, ഇത് സത്യമാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടോ എങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചു. അതിനിടയ്ക്ക് എന്ത് ആശയക്കുഴപ്പം വന്നാലും എനിക്കറിയില്ല, അതിൻ്റെ ഒരു മറുപടി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് നിരന്തരമായ ഒരു മുമ്പിനായി ജീവിക്കാൻ ഒരിക്കലും കഴിയും. ആദ്യം ഇത് ശരിയാണ് 100%. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലാവാനുണ്ട്. ഇപ്പോ മലക്കൽ മൗത്തിന് മൂസാ നബി അലൈഹി സ്വലാം മലക്കൽ മൗത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു. എന്നിപ്പോ ബുഖാരിലെ ഹദീസ് അവരത് പറഞ്ഞു, എന്താ ഇങ്ങനത്തെ കഥ എഴുതി വെച്ചാൽ ആരെങ്കിലും ഇസ്ലാമുക്ക് വരും, ആരെങ്കിലും ഹദീസിൽ വിശ്വസിക്കും എന്നൊക്കെ ചോദിക്കും. അപ്പോ നമ്മൾ തൊട്ട് അതിന്റെ ഒരു വിശദീകരണം ആയിരിക്കുമ്പോൾ ഒന്നുമില്ല. മൂസാ നബി അലൈഹി സ്വലാമിനോട് അപ്രതീക്ഷിതമായ സമയത്ത് വന്നിട്ട് മനുഷ്യ രൂപത്തിലാണ് മലക്ക് വരുന്നത്. മലക്ക് വന്നിട്ട് എന്താണ് അല്ലെ ജീവൻ എടുക്കാൻ വന്നതാന്ന് പറഞ്ഞാൽ എന്താ, അല്ലെ കൊല്ലാൻ വന്നതാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഫസ്റ്റ് പ്രതികരണം? അതല്ലാതെ മലക്കാണ് അറിഞ്ഞ് മനുഷ്യരൂപത്തിലാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഈ പറയുന്ന ആൾക്കാർ പറഞ്ഞാൽ അതാ നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കൊക്കെ ശരിക്കുള്ളൊരു വിശദീകരണം വ്യാഖ്യാനം ഉണ്ടാവും. അത് എനിക്ക് മനസ്സിലാവാനിട്ടാന്ന് വിചാരിക്കണം. അല്ല അത് കേൾക്കുമ്പോഴേക്കും എന്താ വെച്ചാൽ എങ്ങനെയൊക്കെയാണ് ഹദീസിൽ, എന്നാ പിന്നെ ഹദീസൊന്നും നമ്മൾ നോക്കണ്ടെന്ന് വെച്ചാൽ അവിടുന്ന് പോവുകയാണ് ഒരാള്. ആ ഒരൊറ്റ ഹദീസോടെ പോവാണ് ഇസ്ലാമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും കാരണം അത് നമ്മളുടെ വിശ്വാസത്തിൽ എന്താണ്, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ച നബി വചനങ്ങളാണ്,
അതിന് ആധികാരികമായി പരിശോധിക്കപ്പെടണം. അപ്പൊ അത് സ്വഹീഹ് ആണെങ്കിൽ അതിനൊരു യുക്തിഭദ്രമായ വിശദീകരണം ഉണ്ടായിരിക്കും. ഇതിപ്പോ അറിയില്ല, അത്ര വിചാരിക്കാൻ പറ്റും. അങ്ങനെ അല്ലാതെ ഇപ്പൊ നമുക്ക് ഇതൊക്കെ പഠിച്ച് മുഴുവൻ പണ്ഡിതന്മാരായിട്ട് നമുക്ക് ഇതുകൊണ്ട് എടുക്കാൻ പറ്റും. വരുമ്പോ ഇസ്ലാം ശരിയാണല്ലോ, ഹദീസ് സഹിയാണോ, ശരിയാണ്, ഖുർആൻ ശരിയാണോ എന്ന വിശ്വാസത്തിൽ മാത്രമേ ഒരാൾക്ക് സ്ഥിരമായ ഒരു വിശ്വാസിയായി നിലനിൽക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നോക്കാം. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ولو نزلنا عليك كتابا في قرطاس. ولو نزلنا عليك كتابا في قرطاس فلمسوه بأيديهم. في قرطاس فلمسوه بأيديهم. لقال الذين كفروا إن هذا إلا سحر مبين. لقال الذين كفروا إن هذا إلا سحر مبين. وقالوا لولا أنزل عليه ملك. ولو أنزلنا ملكا لقضي الأمر ثم لا ينظرون. ولو أنزلنا ملكا لقضي الأمر ثم لا ينظرون. ولو جعلناه ملكا لجعلناه رجلا. ولو جعلناه ملكا لجعلناه رجلا. وللبسنا عليهم ما يلبسون.